ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ തരാതെ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്നും എന്താ സംഭവിച്ചത്? മാർക്കറ്റ് കറക്റ്റായിട്ട് ഒരു ചെറിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഗ്യാപ് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ പറയാം. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? 53,800 വരെ നിഫ്റ്റി ബാങ്ക് പോയിട്ടുണ്ടായിരുന്നു താഴെ. ശേഷം എന്ത് ചെയ്തു? 54,135 എന്നുള്ള ലെവലിലേക്ക് ഫസ്റ്റത്തെ 2-3 ക്യാൻഡിൽ 5 മിനിറ്റിന് 2-3 ക്യാൻഡിലാണ് കാര്യമായിട്ട് മൂവ്മെന്റ് വന്നത്. ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനു ശേഷം ട്രേഡ് ചെയ്യാമെന്നുള്ള എക്സ്പെക്ടേഷനിലായിരുന്നു ഇന്നിരുന്നത്. കറക്റ്റായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? നമുക്ക് ഒരു റേഞ്ച് തന്നു. ഒരു ഇന്നലത്തെ ക്ലോസിങ്ങിന്റെ അവിടെ വരെ മാർക്കറ്റ് പോയിട്ട് റീടെസ്റ്റ് തന്ന് കണ്ടിന്യൂഷനിലാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തത്. പക്ഷേ ഇതിന് താഴെയായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു മൂവ്മെന്റിൽ കാര്യമായിട്ട് എന്ത് ചെയ്തില്ല, പ്രീമിയത്തിന് ഷൂട്ടിംഗ് ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. 53,800 കോൾ ഓപ്ഷൻ ആയിരുന്നു നമ്മൾ എടുത്തത്. ഇത് ഈ ലെവലിൽ നിന്ന് എടുക്കുമ്പോൾ 300 രൂപ പ്രീമിയം ഉണ്ടായിരുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് 54,135 ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം അത്ര തന്നെ ആയിരുന്നു അതിന്റെ പ്രീമിയം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൈഡ് വൈസ് മൊമെന്റം കിട്ടുന്ന സമയത്ത് സൈഡ് വൈസ് മൊമെന്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സ്പീഡായിട്ട് അന്ന് എക്സിറ്റ് അടിച്ച് ഇറങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മുടെ പ്രീമിയം DK വരിക എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് മൂവ്മെന്റുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് വിക്സും എന്ത് ചെയ്യുന്നത്? 5% ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ വ്യൂ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 54,246 മുകളിൽ മാത്രം മാർക്കറ്റ് വന്ന എന്ത് ചെയ്യുന്നുള്ളൂ? ട്രേഡുകൾ, ഹോൾസെയിലിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡൗൺ സൈഡിലേക്കും നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം മൂവ്മെന്റ് അറിയാം, 54,256 വരെ ഒരു സഡൻ സ്പൈക്ക് എന്നിട്ടാണ് പോയത്. അതിന്റെ മുകളിൽ ഒരു 15 മിനിറ്റിനെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ, ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ഈ ഏരിയയിൽ തരാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതും ട്രേഡ് ക്ലോസ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? റീടെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇതിന്റെ മുകളിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ട്രേഡ് പ്ലാൻ ചെയ്യണ്ട. ഇൻ കേസ് ഇനി മാർക്കറ്റിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ 54,246 അല്ലെങ്കിൽ അതിന്റെ മുകളിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് അവിടുന്ന് റിജക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളതാണ്. റിജക്ഷൻ വരികയാണ്, വലിയൊരു ക്യാൻഡിൽ റീടെസ്റ്റ് ഒരു ഇൻവെർട്ടർ ഹാമർ ഒക്കെ ആണെങ്കിൽ നാളെ മാർക്കറ്റ് ഇതിനകത്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ട് വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 54,129. അതിന് താഴെ വരികയാണെങ്കിൽ ഇന്നത്തെ ലോ ആയിട്ട് 53,992 വരെ വരാം എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതല്ലാതെ വലിയൊരു മൂവ്മെന്റ് അടുത്ത ദിവസം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈ 26,000 എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. അത് നിഫ്റ്റിനെ സംബന്ധിച്ച് നിഫ്റ്റി മേലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കൂടെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എന്നുള്ളതുകൊണ്ട് നിഫ്റ്റി പോകുമ്പോൾ ബാങ്കും കൂടെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇനി നാളെ നിഫ്റ്റി ബാങ്ക് അല്ലാതെ നിഫ്റ്റി 50യുടെ എക്സ്പയറിയുടെ എല്ലാ ദിവസമാണ്. ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് തന്നത് ഇന്ന് കറക്റ്റ് 3 മണിക്ക് നിഫ്റ്റിയിലായിരുന്നു. നല്ല 25,927 ഏകദേശം 100 പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റിയിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് ശേഷം തന്നിട്ടുണ്ടായിരുന്നു. നാളെ ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി എന്ത് ചെയ്യാൻ പറ്റും? 26,150 വരെയൊക്കെ ടാർഗറ്റ് പ്ലാൻ ചെയ്ത് പുതിയ ട്രേഡുകൾ എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നിഫ്റ്റി 50യുടെ എക്സ്പയറി ആണ് എന്നുള്ളതും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രീമിയം മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഡൗൺ സൈഡ് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് 25,880 താഴെ അല്ലെങ്കിൽ ഇത് ക്ലോസിംഗിന് താഴെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡുകൾ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. 25,873 താഴെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി മിഡ് ക്യാപ്പ് മറ്റുള്ള സ്ക്രിപ്റ്റുകൾ ഓൾറെഡി സൈഡ് വൈസ് ആയി എന്നുള്ളതുകൊണ്ടും ഒരു വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടും മറ്റുള്ള സ്ക്രിപ്റ്റുകൾക്ക് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. നിഫ്റ്റി 50-ലോ നിഫ്റ്റി ബാങ്കിലോ മാത്രമാണ് അടുത്ത 2 ദിവസം നമ്മൾ ട്രേഡുകൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റി 50-ലാണെങ്കിൽ ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 26,033 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മേലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? കോൾ സൈഡുകൾ പ്ലാൻ ചെയ്യാം. ഇനി വലിയ ഗ്യാപ്പ് അപ്പുകളാണെങ്കിൽ 26,150 അടുത്താണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ഡൗൺ സൈഡിലുള്ള ട്രേഡുകൾ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു റീടെസ്റ്റ് വന്നതിന് ശേഷം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോൾ സൈഡിലുള്ള ട്രേഡുകളും നിഫ്റ്റി 50-ൽ പ്ലാൻ ചെയ്യാം.
അതല്ലാതെ ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നാളെ ഒരു സൈഡ് വൈസ് തന്നെ ആവും നമ്മൾ അപ്പുറം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അപ്സൈഡ് ട്രേഡുകളൊക്കെ ഒരു അപ്സൈഡിലുള്ള എല്ലാ ട്രേഡുകളും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്നുള്ളതും നമ്മുടെ മാർക്കറ്റിന്റെ നാളേക്കുള്ള വ്യൂ എന്നുള്ളതും. ഇനി സ്റ്റോക്കിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന രീതികളും ബാക്കിലും സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ്ങിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിലായതുകൊണ്ടാണ് ഓപ്ഷൻസിന്റെ വീഡിയോ മാത്രം വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.